പ്രൈസ് ലോർഡ്. ഇന്ന് കർത്താവ് പ്രകാശിപ്പിച്ചൊരു തിരുവചന ഭാഗം വായിക്കുന്നു. ക്രിസ്തുയേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. പിതാവായ ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു കാണിച്ച ഒരു മനോഭാവം, അല്ലെങ്കിൽ ആ ഭാവം നമ്മളെ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയസ് സഭയോട് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു: ക്രിസ്തുയേശുള്ള ഭാവം തന്നെ സഭാവിശ്വാസികൾക്കുണ്ടാകട്ടെ. ഫിലിപ്പിയ സഭയോട്, ഫിലിപ്പിയിലുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു ഭാവം നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്നാണ് ദേവദാസൻ വെളിപ്പെടുത്തുന്നത്. എന്താ ഈ ക്രിസ്തുവിൻ്റെ ഭാവം? ക്രിസ്തുവിൻ്റെ ഭാവം ഇംഗ്ലീഷിൽ അതിനെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആ ഹൃദയത്തിലുള്ള ആറ്റിറ്റ്യൂഡ്, ഒരാളെ കാണുമ്പോൾ ഉള്ള ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഉള്ള ആറ്റിറ്റ്യൂഡ്. ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാണ്, നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്നവനാണ്. മനുഷ്യനെല്ലാം പുറമേ നിന്ന് വിധിക്കുമ്പോൾ ദൈവം ഹൃദയത്തെ ശോധന ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെയും വികാരങ്ങളെയും അതുപോലെ ഒപ്പിയെടുക്കാൻ കഴിയുന്ന ഒരു ദൈവാത്മാവിന് മുമ്പിലാണ് നമ്മൾ ഈ ദിവസങ്ങളായിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ എഫേസോസ് സഭയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു വാക്യമുണ്ട്, വചനഭാഗമുണ്ട്. ആ ദൈവശബ്ദം ഇതാണ്: നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവോ അതിൽ നിന്ന് മടങ്ങി വരാൻ വേണ്ടി സഭയോട് ദൈവാത്മാവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ സ്നേഹം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ വസിക്കുന്നത്. സ്നേഹം ഉണ്ടെന്ന് പറയുകയും എന്നാൽ പലപ്പോഴും നമുക്ക് സ്നേഹം കാണാൻ കഴിയുന്നില്ല. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പഴിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ സ്നേഹം ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നൊരു വികാരമാണ്. ആ വികാരം പല രീതിയിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയും. എന്നാൽ പലപ്പോഴും നമുക്ക് നമ്മുടെ കൂട്ടു സഹോദരനെ, അല്ലെങ്കിൽ കൂടപ്പുറപ്പിനെ, അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരനെ, നമ്മുടെ നാട്ടുകാരനെ, അല്ലെങ്കിൽ നമ്മുടെ സഭാവിശ്വാസികളെ പലപ്പോഴും നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ചിലപ്പോൾ ആളിനെ കാണുമ്പോൾ ചിരിക്കുമായിരിക്കും, പക്ഷേ ഹൃദയത്തിൽ അദ്ദേഹത്തോട് ചിലപ്പോൾ കയ്പായിരിക്കും. ചിലപ്പോൾ നല്ല ചിരിച്ച് തോളെ കൈയിട്ട് വർത്തമാനം പറയുമായിരിക്കും, പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ അദ്ദേഹത്തോട് നീരസമോ വിദ്വേഷമോ നിരാശയോ അല്ലെങ്കിൽ കോപമോ ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ചിരിക്കാൻ പറ്റും. എന്നാൽ ദൈവാത്മാവ് നമ്മളോട് പറയുന്ന ഒരു ദൂത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഹൃദയത്തിലുള്ള ആറ്റിറ്റ്യൂഡ് നിർമ്മലമായിരിക്കണം. സ്നേഹം എന്ന് പറയുന്നത് നിർവ്യാജ സ്നേഹം, വ്യാജമില്ലാത്തൊരു സ്നേഹം ജീവിതത്തിൽ പ്രാപിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വ്യാജമില്ലാതെ സ്നേഹിക്കുക, നിർവ്യാജമായ വിശ്വാസം എന്ന് പറയുന്നത് പോലെ നിർവ്യാജ സ്നേഹം, നിർമ്മലമായ സ്നേഹം. ആ പിതാവായ ദൈവം നമ്മളോട് കാണിച്ച അതേ സ്നേഹം നമ്മളിൽ കവിഞ്ഞൊഴുകാൻ വേണ്ടിയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മൾ കൂടെ ആഗ്രഹിക്കുന്നത്. ആ നിത്യസ്നേഹം എന്ന് പറഞ്ഞാൽ അധർമ്മികളെയും പാപികളെയും അകൃത്യത്തിൽ ജീവിക്കുന്നവരെയും എല്ലാം ദൈവം സ്നേഹിച്ചു. ആ സ്നേഹം കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പാപികളായിരുന്ന, അഭക്തരായിരുന്ന നമ്മൾ ഓരോരുത്തരും മാനസാന്തരം കിട്ടി. ക്രിസ്തുവിൻ്റെ ആ സ്നേഹ നിമിത്തം, പിതാവിൻ്റെ ആ സ്നേഹം, പിതാവ് ആകർഷിച്ചിട്ടില്ലാതെ ആർക്കും പുത്രൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയില്ല. അങ്ങനെ പിതാവായ ദൈവം നമ്മളെ ആകർഷിച്ചു, സ്നേഹിച്ചു. തൻ്റെ പുത്രനെ വരെ പിതാവായ ദൈവം കൊടുത്തു, നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഇതേ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ, ദൈവം സ്നേഹമാകുന്നത് എഴുതിയിരിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ അതേ ആറ്റിറ്റ്യൂഡാണ് പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ഈ നാളുകൾ വെളിപ്പെടേണ്ടത്. ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയായിരുന്നോ അതേ സ്നേഹത്താൽ നമ്മൾ നിറയപ്പെട്ട്
കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടിയ മാനപാത്രങ്ങളായി തീരുവാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്ന, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ആ സ്നേഹത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ചില ബന്ധുക്കോ സഭകളിലൊക്കെ ചെല്ലുമ്പോൾ ധാരാളം മണിക്കൂറുകളിൽ അന്യഭാഷ സംസാരിക്കും. പക്ഷേ കൂട്ടു സഹോദരനോടൊന്ന് തുറന്ന് വാതുറന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ ചിരിക്കാൻ, അല്ലെങ്കിൽ ഒരു സ്തോത്രം പറയാൻ, അവരുടെ ഹൃദയത്തിലെ നൊമ്പരങ്ങളൊന്നും മനസ്സിലാക്കാൻ, അവർക്ക് വേണ്ടി ഇടിവിൽ നിന്നൊന്ന് പ്രാർത്ഥിക്കാൻ പലപ്പോഴും പലർക്കും സാധിക്കുന്നില്ല. ഞാൻ പല സഭകൾ വിസിറ്റ് ചെയ്യുമ്പോൾ മുഖത്ത് നോക്കി ചിരിക്കുന്നവർ വളരെ കുറവാണ്. ചിരിക്കാൻ പോലും ഇന്നത്തെ കാലത്ത് ദൈവമക്കൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള റേഷനാണ്. ഒരു ചിരി കൊണ്ട് എന്ത് നഷ്ടപ്പെടും? അടുത്ത് നിൽക്കുന്ന ഒരാളിനെ അല്ലെങ്കിൽ ഒരാളെ നോക്കി സ്നേഹത്തിലൊന്ന് ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്തോത്രം പറയുന്നത്, അല്ലെങ്കിൽ കൈ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്യുന്നത്, അത് നമ്മുടെ അഭിഷേകമൊന്നും കുറഞ്ഞു പോകത്തില്ല. നമ്മുടെ അഭിഷേകം തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം ക്രിസ്തുവിൻ്റെ അതേ ഭാവം നമുക്കറിയാം. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചുങ്കക്കാരോടും പാപികളോടും വ്യഭിചാരികളുടെ വീട്ടിലും എന്തെല്ലാം അകൃത്യത്തിൽ ജീവിക്കുന്നവരോടൊക്കെ കൂടെ അദ്ദേഹം നടന്ന് അവരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് മാനസാന്തരം കൊടുത്തു. ഏത് നഷ്ടപ്പെട്ടവനെയും തിരികെ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട കൃപയിലേക്ക് മടക്കി വരുത്തുക, വീണുപോയവനെ എഴുന്നേൽപ്പിക്കുക, മുടന്തുള്ളവനെ കൈത്താങ്ങുക, നശിച്ചു പോയവനെ രക്ഷപ്പെടുത്തുക. യുവത ഒഴിച്ച് എല്ലാ മനുഷ്യനും രക്ഷപ്പെടണമെന്ന്, എല്ലാവരും ഒരാൾ പോലും നഷ്ടമായി പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാ വാക്കും പെരുമാറ്റവും പ്രവൃത്തിയും, നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ആ ഭാവം പോലെ, കർത്താവിൻ്റെ സ്വഭാവം പോലെ, അതാ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആറ്റിറ്റ്യൂഡ്, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിനോട് ചേർന്ന് വസിക്കുന്നവരായി ജീവിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ 13-ാം അധ്യായം 1 കൊരിന്ത്യർ 13:2 പറഞ്ഞത്, എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. നമ്മുടെ കൂട്ടുകാരനോട് ക്ഷമിക്കാനുള്ള ഒരു കൃപയുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരനോട് ക്ഷമിക്കാനുള്ളൊരു കൃപയുണ്ടോ? അല്ലെങ്കിൽ നമ്മളോട് ദോഷം ചെയ്തവരോട് ക്ഷമിക്കാനുള്ളൊരു കൃപയുണ്ടോ? എങ്കിൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അല്ലാതെ എത്രയോ മണിക്കൂറുകൾ ദിവസം മുഴുവൻ അന്യഭാഷ പറഞ്ഞിട്ട് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കാനും, അയൽക്കാരനെ സ്നേഹിക്കാനും, അല്ലെങ്കിൽ നിന്നോട് ദോഷം ചെയ്തവരോട് പൊറുക്കാനും കഴിഞ്ഞില്ല എങ്കിൽ നിന്റെ അന്യഭാഷയ്ക്ക് എന്ത് പ്രയോജനം? ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. അവിടെ 7-ാം വാക്യത്തിൽ പറയുന്നത് എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല. ആ സ്നേഹം നിത്യമായ സ്നേഹം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം അവസാനം എഫേസോസ് സഭയോട് പറയുന്നത്, സ്തോത്രം, നിന്റെ ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണുപോയിരിക്കുന്നു എന്നുള്ളൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ആ കുറ്റത്തിൽ നിന്ന്, കർത്താവിൻ്റെ ആത്മാവ് കാണുന്ന കുറ്റത്തിൽ നിന്ന് ഈ മനസ്സാന്തരപ്പെടാൻ വേണ്ടിയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞത്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ആദ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ അനേകമായ പാപങ്ങൾ,
അനേകമായ അകൃത്യങ്ങൾ, അനേകമായ ലംഘനങ്ങളെല്ലാം നമ്മൾ ഏറ്റു പറഞ്ഞപ്പോൾ, കർത്താവേ ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തിനോട് ക്ഷമിക്കണമേ എന്ന് ഏറ്റു പറഞ്ഞപ്പോൾ തന്നെ കർത്താവ് ആ പാപത്തിൻ്റെ കുറ്റമൊക്കെ ക്ഷമിച്ചു തന്ന നമ്മളെ മക്കളും അവകാശികളുമാക്കി തിരഞ്ഞെടുത്ത് നമ്മളെ വലിയൊരു പ്ലേസ്മെൻറ്റ് തന്നിരിക്കുക. എന്നാൽ പലപ്പോഴും നമുക്കെതിരെ ചെയ്ത തെറ്റുകുറ്റങ്ങളെ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ പുതപ്പ് വലിച്ചു കളയുന്നവനോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല, നമുക്ക് വിരോധമായി സംസാരിച്ചവനോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല. നീരസം, പക, പിണക്കം, അസൂയ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടാകും പലപ്പോഴും നമ്മൾ സ്തോത്രം പറയുകയും അന്യഭാഷ പറയുകയും സ്തുതിക്കുകയൊക്കെ ചെയ്തത്. നല്ല നല്ല പാട്ടൊക്കെ പാടി നൃത്തം ചെയ്തൊക്കെ ആരാധിക്കാൻ പറ്റും. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ ആ നിർമ്മലമായ സ്നേഹം വഹിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയാൻ പറ്റുന്നുണ്ടോ? ആരോടും വിദ്വേഷമില്ലാതെ, പകയില്ലാതെ, പിണക്കമില്ലാതെ, കോപമില്ലാതെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം നിൻ്റെ പേരുണ്ടെന്നാണ്. അപ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അത് കണ്ടുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിൽ സഭയോട് പറയുകയാണ്, 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് വെച്ചാൽ ആറ്റിറ്റ്യൂഡ്, ഒരാളോട് വെളിപ്പെടുത്തുന്ന ആറ്റിറ്റ്യൂഡ്, ഒരു ക്രിസ്തുവിൻ്റെ ഭാവം, ആ ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ കരുണ, ക്രിസ്തുവിൻ്റെ ദയ, ക്രിസ്തുവിൻ്റെ ആർദ്രത, ക്രിസ്തുവിൻ്റെ മനസ്സലിവ്, ക്രിസ്തുവിൻ്റെ കരുതൽ, ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ആയതിനാൽ ഈ അന്ത്യകാലത്ത് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്ന ഈ കാലഘട്ടത്തിൽ അധർമ്മം പെരുകുന്നത് കൊണ്ട്, തിരുവചനം പറയുന്നു, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകർ സ്നേഹം തണുത്തു പോകും. എല്ലാം ഒരു വ്യാപാരമായി ഇപ്പോൾ മാറിയുന്ന ഒരു കാലഘട്ടമാണ്. ആത്മീയത പോലും ഒരു വ്യാപാരം, പണസമ്പാദനത്തിന് വേണ്ടി ഉള്ള ഒരു ആദായ മാർഗമായിട്ട് രൂപാന്തരപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥമായ നിത്യസ്നേഹം, ആ സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമോ എന്നാണ് പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ഒരു ചോദ്യം. ഇല്ല എങ്കിൽ എൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ ആ സ്നേഹം മടക്കി വരുത്താൻ വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കട്ടെ. കർത്താവെ, എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആദ്യ സ്നേഹം എന്നിലേക്ക് മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ആർക്കെങ്കിലും ആ ആദ്യ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം പോലെ തന്നെ കൂട്ടു സഹോദരനെ സ്നേഹിപ്പാനും, കൂടപ്പുറപ്പിനെ സ്നേഹിപ്പാനും, അയൽക്കാരനെ സ്നേഹിപ്പാനും, ദേശത്തെയും പട്ടണങ്ങളെയും സ്നേഹിച്ച് നഷ്ടപ്പെട്ടു പോയ ജനത്തെ വീണ്ടെടുക്കാനുമുള്ള ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അതിലെല്ലാം മടങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹം കർത്താവേ അങ്ങയുടെ മക്കളുടെ മേൽ മടങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.